രാവിലെ എൻ്റെ വീട്ടിൽ ചായേൻ്റെ കടി ഇഡ്ഡലിയും സാമ്പാറും വേണം. ചട്നി ഉണ്ടായിട്ടില്ലപ്പാ. ചട്നി ഉണ്ടെങ്കിൽ എനക്കൊരു മൂഡുണ്ടാവും. ഇഡ്ഡലി സാമ്പാറും ചട്നിയും കെച്ചപ്പും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കി നിങ്ങൾ. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. കഴിച്ചില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിയാൽ. അപ്പം ചട്നിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനാകെ 2 ഇഡ്ഡലി മാത്രമേ കഴിച്ചുള്ളൂ. വന്നിട്ട് കുറച്ച് പണികളുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ചെയ്യാൻ. അതെല്ലാം കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മൂപ്പരെയും കൂട്ടിയിട്ട് ഒരു ബിരിയാണി കഴിക്കാൻ പോയി. നമ്മളെ ചക്കരക്കൽ അഞ്ചരക്കണ്ടി റോഡിൽ വളവിലെ പീടികയ്ക്കുള്ള ഡീലക്സ് റെസ്റ്റോറൻറ്റ് ഇല്ലേ, അവിടെ പോയിട്ട് അവിടുന്ന് 2 ബിരിയാണി ഓർഡർ ചെയ്തേ. 120 റുപ്യാണ് ഈ ബിരിയാണീൻ്റെ റേറ്റ്. ചക്കരക്കൽ ചുറ്റുവട്ടത്ത് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ബിരിയാണിയാണ് ഇതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ദമ്മാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദമ്മല്ല, വേണമെങ്കിൽ ഒരു സെമി ദമ്മ് എന്ന് പറയാം. 4 മീഡിയം സൈസായിട്ടുള്ള ചിക്കൻ പീസ, 4 മീഡിയം സൈസായിട്ടുള്ള പൊരിച്ച കോഴീൻ്റെ പീസാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. റൈസിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങളിനി എത്ര വിശന്ന് വന്നു കഴിഞ്ഞാലും ഏറെക്കുറെ നിങ്ങളെ വയറെന്തായാലും നല്ലോണം നിറയും. പിന്നെ നല്ല ക്വാളിറ്റി റൈസുമാണ്. DPൻ്റെ ബിരിയാണി അരിയില്ലേ, അതാണ് യൂസ് ചെയ്യണത്. പിന്നെ ഈ ബിരിയാണി സ്പോട്ടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വതവേ ഇടുന്ന നാരങ്ങ അച്ചാറാണ് ബിരിയാണീൻ്റെ കൂടെ കൊടുക്കുക. പിന്നെ മൂപ്പർക്ക് തന്നെ കുറച്ച് പരിചയമുള്ളതുകൊണ്ട് ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ബീട്രൂട്ട് ഈത്തപ്പഴ അച്ചാറും തന്നെ ഇനി നിങ്ങൾക്ക് വേണ്ടിക്ക് ചോദിച്ചാൽ മതി, അത് തരും മൂപ്പർ. ഈ ചിക്കൻ പീസ് കാണുമ്പോൾ ചിലപ്പോൾ ലേശം ഹാർഡാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് വെറും നിങ്ങളെ തോന്നൽ മാത്രമാണ്, അങ്ങനെ ഹാർഡൊന്നും ആയിരുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബിരിയാണി ഞാൻ കഴിച്ചത് കറക്റ്റ് ഒരു 11:50. അങ്ങനെ അതെല്ലാം കഴിച്ച് എൻ്റെ ചങ്ങായി മൂപ്പരെ വീട്ടിലോട്ട് പോയി, ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്ന്. എന്നിട്ട് എൻ്റെ ഫ്രിഡ്ജിൽ ബത്തക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചത്. എന്നിട്ട് ഒരു ഉച്ചയാകുമ്പോൾ ഞാനൊന്ന് കണ്ണൂർ ടൗണിലോട്ട് പോയി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:15 ഞാൻ കണ്ണൂർ പോയിന്ന് പറഞ്ഞിട്ടില്ലേ, അത് കുറച്ച് നടന്നിട്ട് ബസ്സിലെല്ലായിരുന്നു കേട്ടോ പോയത്. ഇനി അതുകൊണ്ടായിട്ടാണോ എന്നറിയില്ല, കണ്ണൂർ എത്തുമ്പോഴത്തേക്കും എനിക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങിയിന്. പക്ഷേ അപ്പാടനെ ഞാൻ തിന്നാനൊന്നും പോയിട്ടില്ല. എനിക്ക് 2 പേരെ കാണാനുണ്ടായിരുന്നു. ആ വിശപ്പെല്ലാം കടിച്ചമർത്തിയിട്ട് അവരെ കണ്ടു കഴിഞ്ഞ് അപ്പാടനെ ലേശം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കണ്ണൂർ പ്ലാസ ജംഗ്ഷൻ അടുത്തുള്ള കാർത്തിക റെസ്റ്റോറൻറ്റ് ഇല്ലേ, അവിടെ പോയിട്ട് ഒരു ചോറും പറഞ്ഞ് പിന്നെ അടുത്ത സ്പെഷ്യൽ അണ്ടിപ്പരിപ്പെല്ലാം ഇട്ടിട്ട് ആക്കിയ അയക്കൂറ പൊളിച്ച് വാങ്ങിച്ച് 650 റുപ്യാണ് ആ അയക്കൂറ പൊളിച്ചതിൻ്റെ റേറ്റ്. മീൻ അത്ര ഫ്രഷ് അല്ലായിരുന്നു, പക്ഷേ ആ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചോറും അതെല്ലാം കഴിച്ച് അവസാനം പാൽപ്പായസം കുടിച്ച്. എന്നിട്ട് ഞാൻ എൻ്റെ വണ്ടി കളക്ട് ചെയ്യാൻ പോയി. താഴെ ചുവ SN കോളേജ് ഗ്രൗണ്ടിനടുത്തുള്ള മൈക്കാറില്ലേ, അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കാറ്. ലൈറ്റായിട്ടുള്ളൊരു കൂളിംഗ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂളിങ്ങെല്ലാം ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിന്. അത് ഒട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടുള്ളൊരു ബിരിയാണീൻ്റെ മണോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൂക്കിലേക്ക് അടിച്ചിനെ. ആടെ എവിടെയെങ്കിലും എന്തെങ്കിലും കല്യാണമാറ്റം നടക്കുന്നുണ്ടോ എന്ന് ഞാൻ അപ്പാടനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കയറിയിട്ട് അപ്പാടനെ കഴിക്കാമല്ലോ. പക്ഷെ ഒന്നും കണ്ടിട്ടില്ല. ഇനി ആ ആഗ്രഹവും വെച്ചിട്ട് തിരിച്ചിട്ട് നാട്ടിലേക്ക് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പാടൻ ഞാൻ നേരെ കണ്ണൂർ ടൗണിലോട്ട് പോയി. നിങ്ങൾ എന്നാ എന്നോട് പറയാൻ പോകുന്നല്ലോ, എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. കാര്യമല്ല ശരി, ഇനി ഒരു 4 മണിക്കൂർ മുമ്പേ ഞാനൊരു ബിരിയാണി കഴിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പം ബിരിയാണീൻ്റെ മണം പിന്നെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്തൊന്നും ചെയ്യണ്ടേ? വേണ്ട, ഇനി ബിരിയാണി കഴിക്കണ്ടെന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മനക്കട്ടിയും കാണിച്ചിട്ട് നടക്കണം എന്ന് നിങ്ങൾ പറയുന്നു. ഓലക്ക ചെയ്യും അങ്ങനെ. തിന്നാലും കാറ്റ് പോവും, തിന്നിട്ടില്ലെങ്കിലും കാറ്റ് പോവും. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരത്തെ അങ്ങോട്ട് പോകേണ്ടി വന്നാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ വിട്ടേക്ക്. ഇതെല്ലാം കഴിക്കാണ്ട് കുറേ കാലം ജീവിച്ചോളാന്ന് ഞാൻ ആർക്കും എഴുതി വാക്കൊന്നും കൊടുത്തിട്ടില്ല. പെട്ടെന്ന് പോകേണ്ടി വന്നാൽ അങ്ങോട്ട് പോട്ടേ നോക്കൂ എല്ലാവരും. പക്ഷേ കുറേ കാലം കൂടെ ബിരിയാണി കഴിക്കണമെന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ ഇവിടെ കയറിയിട്ട് ഇടുന്നൊരു ഫുൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ലെഗ് പീസ് വേണ്ടെന്ന് പറയാൻ ഞാൻ വിട്ടുപോയി. കഷ്ടകാലത്തിന് കണക്കായിട്ട് എനിക്ക് ലെഗ് പീസ് കിട്ടിയിരുന്നു. പക്ഷേ ബ്രോയിലർ കോഴിയാണ്, അതുകൊണ്ട് തീരെ ചിക്കൻ പീസ് ഇല്ലാണ്ട് നിൽക്കില്ല. അപ്പോൾ ബിരിയാണീൻ്റെ കൂടെ സൈഡായിട്ടുള്ളത് അക്കംപനിമെൻ്റ് ആയിട്ടുള്ളത് തൈര് സലാഡുണ്ട്, പിന്നെ അച്ചാറുണ്ട്. മാങ്ങ അച്ചാറാണ് തോന്നുന്നത്. പിന്നെ ബിരിയാണിയിൽ ലേശം മസാല ഓവറായ പോലെ എനിക്ക് തോന്നിയിനി. സാധാരണ ചിക്കൻ ബിരിയാണിയിൽ വരുന്ന ബിരിയാണി കട്ട് ചിക്കൻ പീസ് ഉണ്ടല്ലോ, അങ്ങനത്തെ 2 ചിക്കൻ പീസാണ് ഈ ബിരിയാണിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ദം ബിരിയാണി ആയതുകൊണ്ട് തന്നെ ആ ചിക്കൻ ഹാഫ് ഫ്രൈഡ് ആയിരുന്നു. ബിരിയാണി റൈസിൻ്റെ വേവും കാര്യങ്ങളെല്ലാം ഏറെക്കുറെ സെറ്റ് തന്നെയായിരുന്നു. പക്ഷേ ബിരിയാണി ആകെ മൊത്തത്തിൽ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞില്ലേ, ബിരിയാണിയിൽ മസാല കുറച്ച് ഓവറാണെന്ന് കണ്ട. ഒരു 20 വർഷം മുമ്പത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ബിരിയാണി സ്പോട്ടാണിത്. പിന്നെ ഒരു ലൈം ടീയും കുടിച്ച്, ലൈം എന്ന് പേര് മാത്രമേ ഉള്ളൂ, അത് വെറും സിറപ്പാണ്. അപ്പോൾ സ്പോട്ട് നമ്മളെ കണ്ണൂർ SM റോഡിലെ MVK റെസ്റ്റോറൻ്റാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എന്നിട്ട് നേരെ മാർക്കറ്റ് പോയി കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയെല്ലാം വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ചക്കരക്കൽ എത്തിയായിരുന്നു. എൻ്റെ 2 ചങ്ങായിമാരെ കണ്ടേ. അപ്പോൾ പിന്നെ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചക്കരക്കൽ അഞ്ചരക്കണ്ടി റോഡിലെ ചോയ്സ് ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് 3 ചപ്പാത്തിയും വാങ്ങിച്ച് ലേശവും ചിക്കൻ കബാബും വാങ്ങിച്ചിട്ട് അതങ്ങനെ അങ്ങോട്ട് കഴിച്ച് നേരെ വീട്ടിൽ പോയി. എന്നിട്ട് വീട്ടിൽ നിന്ന് പിന്നെ എന്തായാലും ചായയും കടി ഉണ്ടല്ലോ, അതും അങ്ങോട്ട് കഴിച്ച് അരിക്കടക്കാക്കി നമ്മളെ കല്ലുമ്മക്കായി നിറച്ചത് അതും കഴിച്ച് ചായയും കുടിച്ചേ. എന്നാൽ പിന്നെ ശരി.